ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കേരളത്തിന് പുറത്ത് മധുരയിൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായി. അവിടുത്തെ ഒരു ചെറിയൊരു കല്യാണ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിവാഹം നടക്കുന്നത് കല്ലളകർ ക്ഷേത്രം, അതായത് നമ്മുടെ മധുര മീനാക്ഷി അമ്മയുടെ സഹോദരനാണ് കല്ലളകർ എന്നാണ് ഐതിഹ്യം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണ്. മോളുടെ പേര് കാവ്യ എന്നാണ്. ഈ അമ്പലം 3 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഒരു മലയിൽ നിന്നും ഗംഗാജലം ഉറവയായി ഉത്ഭവിക്കുന്നുവെന്നും ഇത് കുടിച്ചാൽ രോഗശാന്തി ലഭിക്കുന്നുവെന്നും ഐതിഹ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അമ്പലത്തിൽ ഇന്ന് 12ഓളം കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ആളുകളുണ്ട്. കല്യാണം മാത്രമല്ല, കാതുകുത്തും മറ്റ് ചടങ്ങുകളും ഇവിടെ എല്ലാ ദിവസവും നടക്കാറുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. നമ്മുടെ വധുവും വരനും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കണേണ്. 12ഓളം കല്യാണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പൂജാരി ബിസി ആയിരുന്നു. ഇപ്പോഴാണ് പൂജാരി എത്തിയത്. പൂജാരി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ താലത്തിൽ നിന്നും താലിമാല എടുത്ത് വരൻ്റെ കയ്യിൽ കൊടുത്ത് താലി ചാർത്തി. അതിനുശേഷം നമ്മൾ ഉടനെ അമ്പലത്തിൽ നിന്നും പോകുന്നത് വരൻ്റെ വീട്ടിലേക്കാണ്. വരൻ്റെ വീട്ടിലേക്ക് വധുവിനെ അവർ സ്വീകരിക്കുന്നത് ആദ്യമേ തന്നെ കാൽ കഴുകുകയും പിന്നീട് ദീപം കൊടുക്കുകയും എല്ലാവരെയും ചന്ദനം തൊട്ടിട്ടാണ് അവർ അകത്തേക്ക് കയറ്റുന്നത്. വരൻ്റെ വീടിൻ്റെ അരികത്ത് ഒരു വലിയ പറമ്പാണുള്ളത്. എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ കഴിഞ്ഞാണ് ഒരു വീട്. വലിയൊരു പറമ്പിൽ ഓലമേഞ്ഞ പന്തലിലാണ് നമ്മൾക്ക് സദ്യ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയൊരു കാര്യം, വരൻ്റെ വീട്ടിലേക്ക് വധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ തലച്ചുമടുകളായിട്ടാണ് ഓരോരുത്തർ കൊണ്ടുവന്നത്. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, സെറ്റി, അലമാര, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാം കാണിക്കാൻ പറ്റില്ല, വീഡിയോ ലോങ്ങായി പോകുന്നത് കൊണ്ട്. നിങ്ങളിതുപോലത്തെ കല്യാണം കൂടിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കല്യാണം കൂടിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു കല്യാണം കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.